Dear students, കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ മെത്തേഡ്സിനെ കുറിച്ച് നോക്കണ്ടായി. അതായത് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു, നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്സ് അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്സ്, അതുപോലെ ഡിസ്കൗണ്ടിങ് ടെക്നിക്സ് അല്ലെങ്കിൽ മോഡേൺ മെത്തേഡ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ രണ്ട് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ഓരോന്നിലും വരാവുന്ന ടൈപ്പിനെ കുറിച്ച് നമ്മൾ നോക്കി. അണ്ടർ ട്രഡീഷണൽ മെത്തേഡ്സ് അർജൻസി മെത്തേഡ്, പേ ബാക്ക് പീരീഡ് മെത്തേഡ് അല്ലെങ്കിൽ പേ ബാക്ക് മെത്തേഡ്, ദെൻ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് അല്ലെങ്കിൽ ARR എന്ന് പറയും. ക്ലിയർ? അതുപോലെ തന്നെ മോഡേൺ മെത്തേഡിൽ നോക്കുമ്പോൾ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് മെത്തേഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് മെത്തേഡ്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ NPV, ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ BC റേഷ്യോ അല്ലെങ്കിൽ ഇതിനെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ PI എന്നുകൂടെ പറയാറുണ്ട്, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ IRR, നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ NTV. ക്ലിയർ? ഇങ്ങനെയുള്ള കുറച്ച് മെത്തേഡ്സാണ് നമ്മൾ പഠിച്ചത്. അതുപോലെ റിസ്ക് അഡ്ജസ്റ്റഡ് മെത്തേഡായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ക്ലിയർ? റിസ്ക് അഡ്ജസ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് അല്ലെങ്കിൽ റിസ്ക് അഡ്ജസ്റ്റഡ് NPV ഉണ്ട്. അതുപോലെ തന്നെ സെർട്ടനിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റ്, അങ്ങനെ കുറേയധികം മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്കത് പിന്നീട് അതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള ട്രഡീഷണൽ മെത്തേഡിലുള്ള അർജൻസി മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് അല്ലേ, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ ഇങ്ങനെയുള്ള ടെക്നിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും, ക്ലിയർ, സോ അപ്പാർട്ട് ഫ്രം ദി അബവ് ക്വാണ്ടിറ്റേറ്റീവ് ക്രൈറ്റീരിയ ദർ ആർ സർട്ടൻ ക്വാളിറ്റേറ്റീവ് ക്രൈറ്റീരിയ ഫോർ ഇവാലുവേറ്റിംഗ് പ്രോജക്ട്സ്. ക്ലിയർ? ക്വാളിറ്റേറ്റീവ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണത്? സോ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റേറ്റീവ് ക്രൈറ്റീരിയസ് ആർ എംപ്ലോയി മൊറൈൽ. അല്ലേ, നമ്മളൊരു പ്രോജക്റ്റ് ബിസിനസ് അണ്ടർടേക്ക് ചെയ്യാൻ പോകുമ്പോൾ എംപ്ലോയീസിൻ്റെ മൊറൈൽ എന്തായിരിക്കും? ക്ലിയർ? അത് പോസിറ്റീവാണെങ്കിൽ തുടങ്ങാം, നെഗറ്റീവാണെങ്കിൽ വേണ്ടാതിരിക്കാം. എംപ്ലോയീസ് സേഫ്റ്റി, അല്ലേ, എംപ്ലോയി സേഫ്റ്റി ഓക്കെ ആണെങ്കിൽ നമുക്കത് പ്രോഗ്രസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളത് ഒഴിവാക്കേണ്ടതായിട്ട് വരും. കോർപ്പറേറ്റ് ഇമേജിനെ എങ്ങനെ ബാധിക്കും? അല്ലേ, പ്രോഫിറ്റബിൾ ആണെങ്കിലും ചില ബിസിനസ് ചെയ്യുമ്പോൾ കോർപ്പറേറ്റ് ഇമേജിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇമേജ് ബൂസ്റ്റബിൾ ആണോ അല്ലെങ്കിൽ ഇമേജ് കുറഞ്ഞു പോകുമോ, അപ്പോൾ അതിന് നോക്കിയിട്ടായിരിക്കും നമ്മൾ തീരുമാനം എടുക്കുക. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അത് നോക്കിയിട്ടായിരിക്കും ചില പ്രോജക്റ്റ് നമ്മൾ തീരുമാനം എടുക്കുക. മാർക്കറ്റ് ഷെയർ, അല്ലേ, നമ്മുടെ മാർക്കറ്റ് ഷെയർ വർദ്ധിക്കുമോ അല്ലെങ്കിൽ കുറഞ്ഞു പോകുമോ, അതനുസരിച്ചിട്ടായിരിക്കും ചില പ്രോജക്റ്റ് തീരുമാനം എടുക്കുക. ഗ്രോത്ത്, കമ്പനിയുടെ ഗ്രോത്ത്, കോർപ്പറേറ്റ് ഗ്രോത്ത് കൂടുമോ അല്ലെങ്കിൽ കുറയുമോ, ഇങ്ങനെയുള്ള കുറേയധികം ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാറുണ്ട്, തീരുമാനം ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഡിസിഷൻ എടുക്കാറുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ക്രൈറ്റീരിയ ആണ് നമ്മൾ നേരത്തെ നോക്കിയത്. അവിടെ ക്വാണ്ടിറ്റേറ്റീവ്ലി നമ്മൾ വിലയിരുത്തുന്നു. ക്ലിയർ? ക്വാളിറ്റേറ്റീവായിട്ട് നമുക്ക് വിലയിരുത്തിയിട്ട് നമ്മൾ തീരുമാനം എടുക്കാം. ക്ലിയർ? ഇതിൻ്റെ ഒരു സം ടോട്ടലാണ്, ക്ലിയർ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനായിട്ട് വരിക. ബട്ട് ട്രഡീഷണൽ മെത്തേഡിൽ ആദ്യത്തെ എന്താ, urgency method. So urgency is a set criterion used to justify acceptance of a capital project, clear, on the basis of emergency requirements or under crisis condition. അല്ലേ, നമ്മൾ ക്രൈസിസ് പ്രോജക്റ്റ് ഒക്കെയാണ് എടുക്കുന്നത്, ഒരു ക്രൈസിസ് സിറ്റുവേഷൻ ആണ്, ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്, അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അവിടെ അർജൻസിക്കായിരിക്കണം പ്രാധാന്യം നൽകേണ്ടത്. അല്ലാതെ അതിൻ്റെ കോസ്റ്റ് എത്രയാണ്, ബെനിഫിറ്റ് എത്രയാണ്, അതിൽ ബെനിഫിറ്റ് കൂടുതൽ നോക്കേണ്ടതൊന്നും നോക്കാമല്ലേ. അല്ലേ, നമ്മളിപ്പോൾ ഒരു ഫ്ലഡ് വന്നു, അല്ലേ, അല്ലെങ്കിൽ നമ്മളൊരു സൈക്ലോൺ വന്നുകൊണ്ടിരിക്കുകയാണ്, അത് സൈക്ലോണിക് സർക്കുലേഷൻ വരാം, അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടുന്ന് ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യേണ്ടി വരും, അവർക്ക് സൗകര്യങ്ങൾ എടുക്കേണ്ടി വരും, താമസ സൗകര്യം എടുക്കേണ്ടി വരും, അല്ലേ. ഒരു ഫ്ലഡ് വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, ഫ്ലഡിൻ്റെ റിലീഫ് ക്യാമ്പ് തുടങ്ങേണ്ടി വരും, മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യേണ്ടി വരും. ഇവിടെ ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല, എന്ത് ബെനിഫിറ്റ് കിട്ടും നോക്കാറില്ല, പകരം എന്ത് ചെയ്യണം, പരമാവധി ലോസ് റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതിനുള്ള അർജൻസിയാണ്. ക്ലിയർ? അപ്പോൾ എത്രയും പെട്ടെന്ന് ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും ഇവാക്യുവേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഹെലികോപ്റ്റർ ആണെങ്കിൽ ആ സർവീസ് നമ്മൾ ഉപയോഗിക്കുന്നു. ക്ലിയർ? അവിടെ ആളുകളുടെ ലൈഫ് സേവ് ചെയ്യാമെന്നായിരിക്കും അവിടെ ഉദ്ദേശിച്ചത്. അതുപോലെ ഒരു ബിസിനസ് പ്രോജക്റ്റും ചില പ്രോജക്റ്റ് ചിലപ്പോൾ വളരെ അർജൻറ്റായിട്ട് നമ്മൾ നടപ്പിൽ വരുത്തുന്നതായിരിക്കണം. അവിടെ നമുക്ക് കോസ്റ്റ് ബെനിഫിറ്റ് ഒന്നും കമ്പയർ ചെയ്ത് നിൽക്കാനുള്ള സമയം ഉണ്ടാവില്ല. അങ്ങനെയുള്ളൊരു മെത്തേഡിൽ ദി അർജൻസി ഈസ് വൺ ഓഫ് ദ ക്രൈറ്റീരിയ ടു അക്സെപ്റ്റ് ഓർ റിജക്ട് ദ ക്രൈറ്റീരിയ. ക്ലിയർ? പ്രോജക്റ്റ് അപ്പോൾ ഏറ്റവും അർജൻറ്റായിട്ടുള്ള നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യും, ഇല്ലേ, അത്രയും അർജൻറ്റ് അല്ലാത്തതിന് നമ്മൾ റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പിന്നീട് മാറ്റി വയ്ക്കുകയും ചെയ്യും. ക്ലിയർ? സോ ദിസ് ഈസ് ദ അർജൻസി മെത്തേഡ്. സോ അർജൻസി or degree of necessity plays an important role in the project selection. Clear? അപ്പോൾ ഏത് പ്രോജക്റ്റിനാണോ പോസ്റ്റ്പോൺ ചെയ്യാൻ കഴിയാത്തത് അതിന് നമ്മൾ വിൽ ബി അണ്ടർടേക്കൺ ഫസ്റ്റ്. ഓക്കെ, ആ രീതിയിലാണ് പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. അതെന്താ അതിൻ്റെ മെറിറ്റ്സ്, എന്തൊക്കെ അഡ്വാൻറ്റേജ്? നമ്പർ 1, it is very simple technique. Clear? And it is useful in case of a short term projects requiring less investment. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് വളരെ ഷോർട്ട് ടേം ആയിട്ട് ചെയ്യേണ്ട ചില പ്രോജക്റ്റുകൾക്കാണ് ഇത് നല്ലത്. ഡീമെറിറ്റ്സ് എന്തൊക്കെയാ? ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് അനാലിസിസ്. അല്ലേ, അർജൻസി മാത്രമാണ് അവിടെ ഒരു ഫാക്ടറായിട്ട് വരുന്നത്, ഒരു അനാലിസിസ് നമ്മൾ ചെയ്യുന്നില്ല, അതൊരു ഡിഫക്റ്റാണ്. സെലക്ഷൻ ഈസ് നോട്ട് മെയ്ഡ് ഓൺ ദ ബേസ് ഓഫ് എക്കണോമിക് കൺസിഡറേഷൻ, കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നു, അർജൻസി മാത്രം, ഇമ്പോർട്ടൻസ് മാത്രം.
എമർജൻസി മാത്രം നോക്കുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ലിമിറ്റേഷനാണ്. എ പ്രോജക്റ്റ് ഈവൻ ദോ ഇറ്റ് ഈസ് പ്രോഫിറ്റബിിൾ വിൽ നോട്ട് ബി അക്സെപ്റ്റഡ്. ക്ലിയർ? The very simple reason that it cannot be postponed. Clear? It can be postponed. Clear? ഏറ്റവും നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഒരു അർജന്റ് ആയിട്ടുള്ള പ്രോജക്റ്റ് ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യും? അർജന്റ് ആയിട്ടുള്ളത് ആദ്യം ചെയ്യാവുന്ന, പ്രോഫിറ്റ് ആയിട്ടുള്ളതിനെ മാറ്റിവെക്കും. ക്ലിയർ? ഈ രീതിയിലുള്ളൊരു സിറ്റുവേഷൻ വരാവുന്നതുകൊണ്ട് ഇതും ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ഇതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. So next we can see about the payback method. ഇതെല്ലാം ഈ മെത്തേഡൊക്കെ ട്രഡീഷണൽ മെത്തേഡ് ആയിക്കോട്ടെ, മോഡേൺ മെത്തേഡ് ആയിക്കോട്ടെ, അല്ലേ, പേബാക്ക് ആയിക്കോട്ടെ, ARR ആയിക്കോട്ടെ, അല്ലെങ്കിൽ NPVO, IRRO, PI മെത്തേഡോ, NTVO, ഇതൊക്കെ നമ്മൾ നേരത്തെ EDA എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിൽ പ്രോജക്റ്റ് അപ്രൈസൽ മെത്തേഡായിട്ട് പഠിച്ചതാണ്, അല്ലേ. ആ സമയത്ത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് അറിയാം അതിൻ്റെ കോൺസെപ്റ്റ്. അതുകൊണ്ട് ഞാനിവിടെ കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് എൻ്റെ കോൺസെപ്റ്റ്, തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കി നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. ക്ലിയർ? പക്ഷേ നേരത്തെ EDA സംബന്ധിച്ചിടത്തോളം അവിടെ തിയറി മാത്രമേ ചോദിക്കാൻ സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നമുക്കിതൊരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ചാപ്റ്ററാണ്. ആൻഡ് ദെർഫോർ ക്ലിയർ, ഇത് സംബന്ധിക്കുന്ന പ്രോബ്ലംസ് ഒക്കെ പല എക്സാമിനേഷനും essay ക്വസ്റ്റ്യൻസ് ആയിട്ടും ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോൾ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മളിവിടെ പഠിച്ചു പോകണം. ക്ലിയർ? തിയറി നോക്കണം, പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് നോക്കണം. ഓക്കെ. സോ പേ ബാക്ക് മെത്തേഡ് അല്ലെങ്കിൽ പേ ബാക്ക് പീരീഡ് മെത്തേഡ്, PBP എന്നാണ് പറയുന്നത്, അല്ലേ, പേ ബാക്ക് പീരീഡ് എന്നുള്ള രീതി. എന്താണ് ഈ പേ ബാക്ക് പീരീഡ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ട് നമുക്കറിയാം, അല്ലേ. അപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു, എന്തോ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ റിട്ടേൺ കിട്ടുന്നു വിചാരിച്ചിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട്, ക്ലിയർ, നമ്മൾ എത്ര വർഷം കൊണ്ടാണോ നമുക്ക് തിരിച്ച് കിട്ടുന്നത്, ആ തിരിച്ച് കിട്ടാൻ എടുക്കുന്ന വർഷത്തിന് നമ്മൾ എന്ത് പറയുക? പേ ബാക്ക് പീരീഡ് എന്ന് പറയും. ക്ലിയർ? പേയിങ് ബാക്ക്, റിട്ടേണിങ് ബാക്ക്, റീഫണ്ട് ബാക്ക്. ക്ലിയർ? അത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 1 lakh റുപ്പീ നിക്ഷേപിച്ചു എന്ന് വിചാരിക്കുക. അത് എത്ര സമയം കൊണ്ട്, എത്ര വർഷം കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടും? ഏത് പീരീഡ് കൊണ്ട് തിരിച്ചു കിട്ടും? ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ 3 year ആണെങ്കിൽ 3 year വിൽ ബി ദി പേ ബാക്ക് പീരീഡ്. ഓക്കെ. സോ ഇങ്ങനെ നമുക്ക് പ്രോജക്റ്റുകളെ, അതിൽ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ അതിൻ്റെ റിട്ടേണിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രോജക്റ്റുകളെ സെലക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്രൈറ്റീരിയ ആണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. സോ വെൻ an individual invests an amount in any type of investment, he or she always worries about the length of time for getting back the money. അല്ലേ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എത്ര സമയം കൊണ്ട് തിരിച്ചു കിട്ടുമോ ഇല്ലയോ, അതായിരിക്കും അവരുടെ വറി. അപ്പോൾ അതനുസരിച്ച് സോ സെയിം ഹാപ്പൻസ് ഇഫ് ദ ഫേം ടു. ക്ലിയർ? അതുപോലെ ഫേമുകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും അവർക്ക് ഇങ്ങനെ ഒരു കൺസേൺ ഉണ്ടാവും, അല്ലേ, പൈസ തിരിച്ചു കിട്ടുമോ, എത്ര പീരീഡ് കൊണ്ട് തിരിച്ചു കിട്ടുമോ, ഇതൊക്കെ അറിയാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. ഇങ്ങനെ സോ വെൻ എ ഫേം ഗോസ് ഓൺ ടു ഇൻവെസ്റ്റ് എമൗണ്ട് ഫോർ പർച്ചേസിങ് ഫിക്സഡ് അസറ്റ്സ്, ഇറ്റ് വിൽ എക്സ്പ്ലോർ ദ ആൾട്ടർനേറ്റീവ്സ് വിച്ച് ഗിവ് മണി ബാക്ക് സൂൺ. അല്ലേ, എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടുന്ന ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ അതായിരിക്കും ആളുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുക, കമ്പനികളും പ്രിഫർ ചെയ്യുക. എന്താ കാരണം? ഏറ്റവും പെട്ടെന്ന് തിരിച്ചു കിട്ടുമ്പോൾ നമുക്ക് റിസ്കിനെ അത്രയും കുറയ്ക്കാൻ പറ്റും. സമയത്തിൻ്റെ പീരീഡ് കൂടുന്തോറും, അല്ലേ, പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട്, അല്ലേ, അത്രയും അൺസർട്ടനിറ്റി കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ട് റിസ്കി ആയിട്ട് മാറും. സോ ഹെൻസ് ഹിയർ ദ ബെസ്റ്റ് മെത്തേഡ് ഈസ് ടു ഇവാലുവേറ്റ് ദ പ്രോജക്റ്റ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൾട്ടർനേറ്റീവ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ഈസ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. പേ ബാക്ക് പീരീഡിൻ്റെ പ്രത്യേകത എന്താണ് നമ്മൾ പറഞ്ഞു, അല്ലേ. പേ ബാക്ക് പീരീഡ് മെത്തേഡ് ഈസ് വൺ of the commonly used techniques for evaluating capital projects. Okay, so it is cash based technique, cash flow based technique. ഇതിൽ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ക്യാഷ് ഫ്ലോസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ക്ലിയർ? എത്ര ക്യാഷ് നമ്മൾ മുടക്കണം, എത്ര ക്യാഷ് ഫ്ലോ നമുക്ക് കിട്ടും. ക്ലിയർ? ക്യാഷ് ഇൻഫ്ലോസും ക്യാഷ് ഔട്ട് ഫ്ലോ, ഇതാണ് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത്. സോ പേ ബാക്ക് പീരീഡ് ഈസ് ദി ലെങ്ത് ഓഫ് ടൈം ഓർ ദ പീരീഡ് റിക്വയർഡ് ടു റിക്കവർ ദ ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റിന് ഇനീഷ്യൽ കോസ്റ്റ് റിക്കവറി ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്തിനാണ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ ലെങ്ത് ഓഫ് ടൈം ഓർ ദ പീരീഡ് റിക്വയർഡ് ടു റിക്കവർ ബാക്ക്, ക്ലിയർ, റീഫണ്ട് ബാക്ക്, റീകൂപ്പ് ദി ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ്. സോ ഇറ്റ് ഈസ് ദി എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ഡ്യൂറിങ് വിച്ച് ദ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് റിക്കവേർഡ്. ക്ലിയർ? സോ ഇറ്റ് ഈസ് എ ബ്രേക്ക് ഈവൻ പോയിന്റ് ഓഫ് ദ പ്രോജക്റ്റ്. ക്ലിയർ? ഇതിന് നമുക്ക് എന്തുകൂടെ പറയാമെങ്കിൽ പ്രോജക്റ്റിൻ്റെ ബ്രേക്ക് ഈവൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എന്താ കാരണം? ആ സമയം കൊണ്ട്, ആ പീരീഡ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? മുഴുവൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസയും കിട്ടും. അപ്പോൾ നമുക്ക് പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല. ഇനി പിന്നീട് കിട്ടുന്നതൊക്കെ പ്രോഫിറ്റാണ്, അല്ലേ. അപ്പോൾ ആ രീതിയിൽ ഇതിനെ ബ്രേക്ക് ഈവൻ ഓഫ് ദി
project എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. So where the accumulated returns cash flows equal to the investment, that is cash outflow. Clear? So payback period method is also called as, and very alternate names എന്നതാണ് ഇവിടെ പറയുന്നത്. പേ ഔട്ട് മെത്തേഡ് എന്ന് പറയാറുണ്ട്, പേ ഓഫ് പീരീഡ് മെത്തേഡ് എന്ന് പറയാറുണ്ട്, റീക്വിപ്മെന്റ് പീരീഡ് മെത്തേഡ് എന്ന് പറയാറുണ്ട്. ക്ലിയർ? ഓക്കെ, എന്തൊക്കെയാണ് ഇതിൻ്റെ ആൾട്ടർനേറ്റ്? റീക്വിപ്മെന്റ് പീരീഡ് മെത്തേഡ് ഓർ റീപ്ലേസ്മെന്റ് മെത്തേഡ്. ക്ലിയർ? ഇത് ഇങ്ങനെയുള്ള ആൾട്ടർനേറ്റ് നെയിംസിലൊക്കെ ഇത് അറിയപ്പെടുന്നു. So payback period can be calculated in two ways or in two situations. രണ്ട് സിറ്റുവേഷൻ ഇതുമായി ബന്ധപ്പെട്ട് വരാം. ക്ലിയർ? എന്തൊക്കെയാണ് സിറ്റുവേഷൻ? ഒന്ന്, when annual cash inflows are equal. ക്ലിയർ? രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താ? when annual cash inflows are unequal. എന്താ ഈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഈക്വൽ എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ ആനുവിറ്റിയുടെ കേസൊക്കെ പറഞ്ഞു അല്ലേ? അതുപോലെ ഒരേ എമൗണ്ട് വീതം തുടർന്ന് വർഷങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഈക്വൽ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയും. ക്ലിയർ? ഇങ്ങനെയുള്ളൊരു ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ഈക്വൽ ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, ക്ലിയർ, അവിടെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡുണ്ട്. ക്ലിയർ? അതേപോലെ തന്നെ ക്യാഷ് ഇൻഫ്ലോസ് അൺഈക്വൽ ആണെങ്കിൽ, എന്താ അൺഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം ഒരു എമൗണ്ട്, രണ്ടാമത്തെ വർഷം വേറൊരു എമൗണ്ട്, മൂന്നാമത്തെ വർഷം വേറൊരു എമൗണ്ട്, ഇങ്ങനെയാണ് ഇൻഫ്ലോസ് വരുന്നതെങ്കിൽ, ക്ലിയർ, അവിടെ അൺഈക്വൽ ക്യാഷ് ഇൻഫ്ലോസ് ആണ് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കാൽക്കുലേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ സിറ്റുവേഷൻ എടുത്ത് നോക്കാം. വെൻ ക്യാഷ് ഇൻഫ്ലോസ് ആർ ഈക്വൽ. ക്ലിയർ? സോ ഹിയർ നമ്മൾ ആനുവിറ്റി ആയിട്ടാണ് ഇതിനെ അസ്യൂം ചെയ്യുന്നത്. ക്യാഷ് ബെനിഫിറ്റ്സ് ആർ ജനറേറ്റഡ് ഫ്രം എ പ്രോജക്ട്സ്, ക്ലിയർ, പെർ ഇയർ ആർ ഈക്വൽ ഓർ കോൺസ്റ്റന്റ്, ക്ലിയർ, ഓർ annuity. Okay, the payback period is computed by dividing initial investment or cash outlay by the annual cash inflows. So ഇവിടെ നമുക്ക് payback period എങ്ങനെ കണ്ടുപിടിക്കാം? Payback period can be calculated by dividing initial investment with the annual cash inflows. Clear? അപ്പോൾ നമ്മൾ ഇതിന്റെ ഫോർമുല രൂപത്തിൽ കാണിക്കുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? Payback period is equal to, clear, original cost of the projects, that is cash outlay or original investment, divided by annual net cash inflows. ക്ലിയർ? അല്ലെങ്കിൽ ഇതിനെ നമ്മൾ നൊട്ടേഷൻ രൂപത്തിൽ കാണിക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ളതിൽ ഐ എടുക്കുന്നു, ക്യാഷ് ഇൻഫ്ലോസ് എന്നുള്ള സി എടുക്കുന്നു. ക്ലിയർ? ഐ ബൈ സി. ക്ലിയർ? വാട്ട് ഈസ് ഐ ബൈ സി? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ക്യാഷ് ഇൻഫ്ലോസ്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ 5 lakh rupees ആണ് നമ്മുടെ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ്. 1 lakh rupees പെർ ഇയർ ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 7 years വരെ കിട്ടും എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കുക. എങ്ങനെ? ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് 5 lakh rupee ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ 1 lakh, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 years. 5 വർഷമാണ് നമ്മുടെ പേ ബാക്ക് പീരീഡ്. ക്ലിയർ? ഇപ്പോൾ ഇത് എ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ആണെന്ന് വിചാരിക്കുക. ഇതുപോലെ ബി എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക അല്ലേ? ആ ബി എന്ന പ്രോജക്റ്റും 5 ലക്ഷം രൂപയാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ക്ലിയർ? പക്ഷേ അതും 2 ലക്ഷം രൂപ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കുക. 2 ലക്ഷം രൂപ ഒരു വർഷം 2 ലക്ഷം. ക്ലിയർ? 2 ലക്ഷം 2 ലക്ഷം 2 ലക്ഷം വെച്ച് കിട്ടും. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കുന്നത് എന്ത് ചെയ്യും? 5 lakh, ക്ലിയർ, ഡിവൈഡഡ് ബൈ 2 lakh. ക്ലിയർ? അപ്പോൾ എന്ത് കിട്ടും? സോ ദാറ്റ് വി വിൽ ഗെറ്റ്, അല്ലേ, 2.5. 2.5 വർഷം കൊണ്ട് തിരിച്ചു കിട്ടുന്നു. ക്ലിയർ? 2.5. അപ്പോൾ എ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്. എയുടെ പേ ബാക്ക് പീരീഡ് 5 years ആണ്, ബിയുടെ പേ ബാക്ക് പീരീഡ് 2.5 years ആണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഏത് പ്രോജക്റ്റാണ് നല്ലത്? നമുക്കറിയാൻ പറ്റും. എയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 5 ലക്ഷം രൂപ, ബിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 5 ലക്ഷം രൂപ, അല്ലേ? എയിലാണെങ്കിൽ 5 വർഷം കൊണ്ട് തിരിച്ചു കിട്ടുള്ളൂ, അത് കുറച്ചുകൂടെ റിസ്ക്കിയാണ്. ബിയിലാണെങ്കിൽ അത് 2.5 വർഷം കൊണ്ട് തിരിച്ചു കിട്ടും, കുറച്ചുകൂടെ എളുപ്പമാണ്. ക്ലിയർ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോജക്റ്റ് ബി വിൽ ബി അക്സെപ്റ്റഡ്. ക്ലിയർ? ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി, ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉപയോഗിക്കാം. ഓക്കെ, so the whole cost of the original investment, that is 5 lakh, is recovered within 5 years. നമ്മുടെ ഈ എക്സാമ്പിളിൽ 5 വർഷം കൊണ്ട് റിക്കവർ ചെയ്യുന്ന കേസിൽ, അല്ലേ, മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് 5 വർഷം കൊണ്ട് റിക്കവർ ചെയ്യാൻ പറ്റും. 1 lakh 1 lakh 1 lakh 1 lakh 1 lakh ഇത് 5 വർഷം കിട്ടുമ്പോൾ 5 ലക്ഷം രൂപയായിട്ട് മാറും. ക്ലിയർ? സോ ദിസ് ഇസ് എ ഫോർമുല ആൻഡ് ദിസ് ഇസ് എ മെത്തഡോളജി. ക്ലിയർ? ഇനി വെൻ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ആർ അൺഈക്വൽ ആയിട്ടുള്ളൊരു ക്യാഷ് ഇൻഫ്ലോ ആണ് വരുന്നതെങ്കിൽ, അല്ലേ, അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? അവിടെ നമുക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം? ഐ നമുക്കറിയാം, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അറിയാം, പക്ഷേ സി എന്തല്ല? ഈക്വൽ ക്യാഷ് ഇൻഫ്ലോസ് അല്ല, അല്ലേ? ഒരു വർഷം കിട്ടുന്ന 1 ലക്ഷം രൂപയായിരിക്കും, രണ്ടാമത്തെ വർഷം കിട്ടുന്ന 1,20,000 രൂപയായിരിക്കും, മൂന്നാമത്തെ വർഷം 1,50,000 രൂപയായിരിക്കും. ഇങ്ങനെ ഡിഫറെൻറ്റ് എമൗണ്ട് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ക്ലിയർ? അതുകൊണ്ട്, ക്ലിയർ, ഐ ഡിവൈഡഡ് ബൈ സി എന്ന് പറയുമ്പോൾ സി ഈക്വൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് സി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, നമ്മൾ വേറൊരു മെത്തഡോളജി ഫോളോ ചെയ്യേണ്ടി വരും. ക്ലിയർ? സോ ദാറ്റ് ഈസ് ദി ക്ലിയർ. സോ വെൻ ക്യാഷ് ഇൻഫ്ലോസ് ആർ ഡിഫറെൻറ്റ് or unequal or uneven, then the computation of payback period is not easy. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, in such a case payback period is calculated by cumulating the cash inflows until the original investment is recovered. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്കവർ ചെയ്യാൻ പറ്റുന്ന പീരീഡ് വരെ ഇതിന് എന്ത് ചെയ്യുന്നു, കുമുലേറ്റ് ചെയ്യുന്നു. എന്താ കുമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ച് കൂട്ടി വരിക. ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ അല്ലേ, നമുക്കിപ്പോൾ 1, 2, 3, 4, 5 ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ കുമുലേറ്റീവ് ടോട്ടൽ എങ്ങനെയാണ് വരിക? ആദ്യത്തെ വർഷം 1 തന്നെയാണ്, രണ്ടാമത്തെ വർഷം എന്താണ് 1+2 വരും, അപ്പം എന്ത് വരും 3 വരും. മൂന്നാമത്തെ വർഷം എന്താ 3+3 ആണ്, അപ്പം എന്ത് വരും 6 വരും. നാലാമത്തെ വർഷം എന്താ 6+4 ആണ്, അപ്പം എന്ത് വരും 10. ക്ലിയർ? അഞ്ചാമത്തെ വർഷം എന്താണ് 10+5 15. ക്ലിയർ? ഇങ്ങനെയാണ് കുമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആകെ കിട്ടുന്നത് 15 ആണ് അല്ലേ, അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നതിന് കുമുലേറ്റ് ചെയ്യുന്നു. സേ ഫോർ എക്സാമ്പിൾ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 10 ആണെന്ന് വിചാരിക്കുക എങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കുന്നു, ഈ 10 എന്നുള്ള വാല്യൂ നമുക്ക് വരുന്നത് ഏത് വശത്താണ് നോക്കുന്നു. ക്ലിയർ? അത് നാലാമത്തെ വശത്തായതുകൊണ്ട് നാലാമത്തെ വശത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, പേ ബാക്ക് പീരീഡ് ആയിട്ട് എടുക്കുന്നു. ക്ലിയർ? ഇങ്ങനെ കുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോസ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഫോർ എക്സാമ്പിൾ ദ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് ഈസ് 1 lakh rupee. ക്ലിയർ? ആൻഡ് ദ ഇൻഫ്ലോസ് ആർ 10,000 ഫസ്റ്റ് ഇയർ, 15,000, 25,000, 30,000 and 30,000. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് 5 വർഷത്തെ തന്നിരിക്കുന്നത്. ഓക്കെ. ദെൻ 1 lakh 1 ലക്ഷം രൂപ തിരിച്ചു കിട്ടുന്ന എപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, കുമുലേറ്റീവ് നോക്കുന്നത്. എങ്ങനെ നോക്കുന്നു? അപ്പോൾ നമ്മളിവിടെ എഴുതുമ്പോൾ കുമുലേറ്റീവ് ആദ്യം എന്ത് ചെയ്യും, നമ്മൾ ഇയർ കോളം. ക്ലിയർ? രണ്ടാമത്തെ കോളം എന്ത് കൊടുക്കും, ക്യാഷ് ഇൻഫ്ലോ. ക്ലിയർ? മൂന്നാമത്തെ കോളം എന്ത് കൊടുക്കും, കുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ. ക്ലിയർ? ഇവിടെ എന്ത് ചെയ്യും 1, 2, 3, 4, 5. ക്ലിയർ? ഇവിടെയോ 10,000, 15,000, 25,000, 30,000 തന്നിട്ടുള്ള എമൗണ്ട് അങ്ങനെ എടുത്ത്. ഇനി കുമുലേറ്റീവ്, ഇവിടെ ഒന്നാമത്തെ വർഷത്തെ കുമുലേറ്റീവ് എത്രയാണ്, 10,000 തന്നെയാണ്. രണ്ടാമത്തെ വർഷം വരുമ്പോൾ എന്ത് ചെയ്യും, നേരത്തെ വർഷത്തെ 10,000 ഉണ്ട്, രണ്ടാമത്തെ വർഷത്തെ 15,000 ഉണ്ട്, അപ്പോൾ രണ്ടും കൂടി ചേർത്ത് 25,000 രൂപയായി. ക്ലിയർ? മൂന്നാമത്തെ വർഷം വരെ ഇവിടെ 2 വർഷം വരെ നമുക്ക് 25,000 രൂപ കിട്ടി, മൂന്നാമത്തെ വർഷം 25,000, അപ്പോൾ എത്രയായിട്ട് മാറും 50,000 രൂപ. ക്ലിയർ? നാലാമത്തെ വർഷം വരുമ്പോഴോ അപ്പോൾ 30,000 രൂപ വീണ്ടും കിട്ടി, അപ്പോൾ 50 + 30 80,000 രൂപ. ക്ലിയർ? അഞ്ചാമത്തെ വർഷം വരുമ്പോഴോ 1 lakh എത്ര കിട്ടുന്നത് 10,000 rupees വരും. ക്ലിയർ? അതിൻ്റെ അർത്ഥം എന്താ, നമുക്ക് 1 ലക്ഷം രൂപയാണ് നിക്ഷേപിച്ചത്, പക്ഷേ അത് എത്ര സമയം എടുക്കുന്നു, 4 വർഷവും എടുക്കും, പിന്നെ കുറച്ച് മാസം എടുക്കും. 5 വർഷം മുഴുവൻ വേണോ, വേണ്ട. അപ്പോൾ നമ്മുടെ പേ ബാക്ക് പീരീഡ് ഏതിനിടയിലാണ്, 4 വർഷത്തിനും 5 വർഷത്തിനും ഇടയിലാണ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ 4 വർഷത്തിനും 5 വർഷത്തിനുള്ള ഇടയിലുള്ളൊരു പീരീഡാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ? ഇനി അപ്പോൾ ഇവിടെ നമ്മുടെ ഈ എക്സാമ്പിൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 3 lakh അല്ലേ, നമുക്ക് കിട്ടിയിരിക്കുന്ന എത്രയാണ് 80,000 rupees വരെ നമുക്ക് റിക്കവർ ആവുന്നുണ്ട് നാലാമത്തെ വർഷം. ബാക്കിയുള്ള എമൗണ്ട് എത്രയാണ്, 1 ലക്ഷം റിക്കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ ആകെ ഇൻവെസ്റ്റ് ചെയ്ത് 1 lakh rupee, അതിൽ 80,000 രൂപ വരെ 4 വർഷം കൊണ്ട് റിക്കവർ ആവും അല്ലേ. അഞ്ചാമത്തെ വർഷം നമുക്ക് വേണ്ടത് എത്രയാണ്, എമൗണ്ട് 20,000 ആണ്, പക്ഷേ എത്ര കിട്ടുന്നു, 30,000 രൂപ കിട്ടുന്നുണ്ട്. ക്ലിയർ? ക്യാഷ് ഫ്ലോ 30,000 രൂപയാണ്, പക്ഷെ നമുക്ക് 20,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പേ ബാക്ക് ആയി. ക്ലിയർ? അപ്പോൾ ബാലൻസ് എമൗണ്ട് ടു ബി റിക്കവേർഡ് ഈസ് ഓൺലി 20,000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി 20,000 ഡിവൈഡഡ് ബൈ 30,000 ചെയ്യും. ക്ലിയർ? ആകെയുള്ള ക്യാഷ് ഇൻഫ്ലോ 30,000 ആണ്, അതിൽ 20,000 രൂപ എത്ര പീരീഡ് വരുന്നു നോക്കുന്നു. ക്ലിയർ? അപ്പോൾ അത് എത്ര വരിക, 8 months ആണ് വരിക. ക്ലിയർ? 2/3 years. 2/3 എന്ന് പറഞ്ഞാൽ എന്താ, 2/3 മീൻസ് 0.67 എന്നാണ് വരിക. ക്ലിയർ? 66 അല്ലെങ്കിൽ 0.67. ക്ലിയർ? അപ്പോൾ 0.67 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, 8 months എന്നർത്ഥം. നമ്മൾ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 8 months കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ, 4 years 8 months വേണ്ടി വരും. ക്ലിയർ? അല്ലെങ്കിൽ 4.67 years വേണ്ടി വരും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിലാണത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഈ രീതിയിൽ നമ്മൾ പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫോർമുല ആയിട്ട് നമ്മൾ അതിനെ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പേ ബാക്ക് പീരീഡ് വേർ ക്യാഷ് ഇൻഫ്ലോസ് ആർ അൺഈക്വൽ. ക്ലിയർ? ഈസ് ഈക്വൽ ടു ഇയർ ബിഫോർ ഫുൾ മെച്യൂരിറ്റി. എൻ്റെ അർത്ഥം എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 വർഷം. ഫുൾ റിക്കവറിക്ക് വരുന്നതിന് മുമ്പുള്ള തൊട്ട് മുമ്പത്തെ വർഷം. ക്ലിയർ? ഇയർ ജസ്റ്റ് ബിഫോർ ഇയർ ടു മെച്യൂരിറ്റി. ക്ലിയർ? ദാറ്റ് ഈസ് ഇയർ ജസ്റ്റ് ബിഫോർ ഫുൾ റിക്കവറി, മുഴുവൻ റിക്കവറി, ഫൈനൽ റിക്കവറി വരുന്നതിന് തൊട്ട് മുമ്പുള്ള വർഷം.
അവിടെ ആകെ 5 വർഷത്തിൽ 4 വർഷം കൊണ്ടാണ് 5 വർഷം കൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ 5ൻ്റെ അടിയിൽ 4ന് 5ൻ്റെ അടിയിലാണ്. അപ്പോൾ 4ആണ് നമ്മളിവിടെ എടുക്കുക. ക്ലിയർ? ദെൻ അൺറിക്കവേർഡ് എമൗണ്ട് അത് എത്രയാണ്? അൺറിക്കവേർഡ് 4 വർഷം കൊണ്ട് നമുക്ക് കിട്ടുന്ന 80,000 റുപ്പീസാണ്. അപ്പോൾ ബാക്കി അൺറിക്കവേർഡ് എമൗണ്ട് എത്രയാണ്? 1,20,000 റുപ്പീസാണ് അത്. ക്ലിയർ? ഡിവൈഡഡ് ബൈ ക്യാഷ് ഇൻഫ്ലോ ഡ്യൂറിങ് ദ ഇയർ. ക്യാഷ് ഇൻഫ്ലോ ഡ്യൂറിങ് ദ ഇയർ എത്രയാണ്? 30,000 രൂപയാണ്. അപ്പോൾ 30,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ നമ്മൾ ഈ ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വരും 4 പ്ലസ് ക്ലിയർ 20,000 ഡിവൈഡഡ് ബൈ 30,000. ക്ലിയർ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4.67 ഇയേഴ്സ് എന്നാണ് വരിക. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താ? 4.67 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 4 ഇയേഴ്സും 0.67 × 12 മന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര കിട്ടും? ആൻഡ് 8 മന്ത്സും കിട്ടും. ക്ലിയർ? 4 ഇയേഴ്സ് ആൻഡ് 8 മന്ത്സ്. ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിനെ നൊട്ടേഷൻ രൂപത്തിൽ കാണിക്കുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? ക്ലിയർ? ഇ എന്ന് പറയുന്നത് ഇയർ ജസ്റ്റ് ബിഫോർ ഫൈനൽ മെച്യൂരിറ്റി എന്നുള്ള രീതിയിൽ. ക്ലിയർ? ബാലൻസ് എന്നുള്ള രീതിയിൽ ബി എന്ന് കൊടുക്കുന്നു. ക്ലിയർ? ദെൻ സി ക്യാഷ് ഇൻഫ്ലോ ഇ പ്ലസ് ബി ബൈ സി എന്ന് പറയുന്നത്. ക്ലിയർ? ദിസ് ഈസ് ക്ലിയർ ഇയർ ജസ്റ്റ് ബിഫോർ ദി ഇനീഷ്യൽ ഫൈനൽ റിക്കവറി പീരീഡിന് തൊട്ട് മുമ്പുള്ള വർഷം. ഓക്കെ, ദെൻ ബി മീൻസ് ബാലൻസ് എമൗണ്ട് ടു ബി റിക്കവേർഡ്. സി ഈക്വൽ ടു ക്യാഷ് ഇൻഫ്ലോ ഓഫ് ഫൈനൽ റിക്കവറി. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇത് നൊട്ടേഷൻ. അപ്പോൾ നൊട്ടേഷൻ ഓർത്ത് വെച്ചാൽ മതി. ഇ പ്ലസ് ബി ബൈ സി. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻറ്റ് നോട്ട്. സോ അണ്ടർ പേ ബാക്ക് പീരീഡ് മെത്തേഡ്, cash inflows, that is benefit or return, means the operating profit before depreciation and amortization of intangible assets, but after tax. എന്താ പറയുന്നത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ബട്ട് ആഫ്റ്റർ ടാക്സ്. അതിൻ്റെ അർത്ഥം എന്താ? ഇതിനെ നമ്മൾ എന്താ പറയുക? ക്യാഷ് ഇൻഫ്ലോ. ക്ലിയർ? അപ്പോൾ എങ്ങനെയാണ് ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുക. അതിൻ്റെ അർത്ഥം എന്താ? നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഡിപ്രീസിയേഷനെ കുറയ്ക്കും, എന്നിട്ട് ടാക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യും, ടാക്സ് കഴിച്ചിട്ടുള്ള പ്രോഫിറ്റ് കണ്ടുപിടിക്കും. അതാണ് നെറ്റ് പ്രോഫിറ്റ്. അതിനോടൊപ്പം ഡിപ്രീസിയേഷനെ വീണ്ടും ആഡ് ബാക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ക്യാഷ് ഇൻഫ്ലോ. ഇപ്പോൾ ക്യാഷ് ഇൻഫ്ലോനെ പറയുന്ന വേറൊരു പേരാണ് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ബട്ട് ആഫ്റ്റർ ടാക്സ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ക്യാഷ് ഇൻഫ്ലോ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുക. പ്രോഫിറ്റ് അല്ല, അക്കൗണ്ടിങ് പ്രോഫിറ്റ് അല്ല, അപ്പോൾ എന്താണ്? ക്യാഷ് ആയിട്ട് കിട്ടിയിരിക്കുന്ന എമൗണ്ട് എന്നുള്ള രീതിയിൽ ക്യാഷ് ഇൻഫ്ലോ ആണ് നമ്മൾ എടുക്കുക. ക്ലിയർ? അപ്പോൾ നോൺ ക്യാഷ് ആയിട്ടുള്ള ഡിപ്രീസിയേഷനെ നമ്മൾ ആദ്യം എക്സ്പെൻസ് ആയിട്ട് കുറച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ക്ലിയർ? അപ്പോൾ നമുക്ക് ക്യാഷ് ആയിട്ടുള്ള എമൗണ്ട് കിട്ടും. അല്ലേ? ഡെസിഷൻ റൂൾ. ഇനി പേ ബാക്ക് പീരീഡിലുള്ള ഡെസിഷൻ റൂൾ എന്താ? നമ്മൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റിന് തീരുമാനം എടുക്കുക? ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സെലക്ഷൻ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഡെസിഷൻ റൂൾ എന്ന് പറയും. അക്കോർഡിംഗ് ടു ദ പേ ബാക്ക് പീരീഡ് ക്രൈറ്റീരിയൻ, ഷോർട്ടർ ദ പേ ബാക്ക് പീരീഡ് ബെറ്റർ ദ പ്രോജക്റ്റ്. ക്ലിയർ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പേ ബാക്ക് പീരീഡ് ഉള്ള തന്നെയാണ് സെലക്ട് ചെയ്യുക. എ പ്രോജക്റ്റ് വിച്ച് ഈസ് ഹാവിങ് ഷോർട്ടസ്റ്റ് പേ ബാക്ക് പീരീഡ് വിൽ ബി ഐഡൻറ്റിഫൈഡ് ഫോർ സെലക്ഷൻ. ക്ലിയർ? ലീസ്റ്റ് പേ ബാക്ക് പീരീഡ്. ക്ലിയർ? ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വരുന്ന പേ ബാക്ക് പീരീഡ് ഉള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, then this means project having shorter payback period or least payback period will be chosen. അപ്പോൾ രണ്ട് പ്രോജക്റ്റ് ഉണ്ട്, എ ഉണ്ട് ബി ഉണ്ട് അല്ലേ? എയുടെ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് 3 years ആണ്, ബിയുടെ 4 years ആണ്. നമ്മൾ എന്ത് ചെയ്യും? we will select A because it gives the recovery of capital invested within 3 years, whereas B gives only റിക്കവറി ഓൺലി ആഫ്റ്റർ 4 years. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഏർലിയസ്റ്റ് പേ ബാക്ക് കിട്ടുന്ന, ഏർലിയസ്റ്റ് റിക്കവറി ചെയ്യുന്ന പീരീഡിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. ക്ലിയർ? ഈ രീതിയിലാണ് ഇതിൻ്റെ ഡിസിഷൻ ക്രൈറ്റീരിയ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഓക്കെ, സോ ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു അപ്ലൈ ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് for cash forecasting, budgeting and cash flow analysis. This method can be used profitably for short-term capital projects with a start and yielding returns initial years. ഈ പ്രോജക്റ്റിൻ്റെ സ്യൂട്ടബിലിറ്റിയാണ് ഇവിടെ പറയുന്നത് അല്ലേ? വളരെ ഷോർട്ട് ടേം ക്യാപിറ്റൽ പ്രോജക്റ്റ്, ഷോർട്ട് പീരീഡിൽ ക്യാപിറ്റൽ തിരിച്ചു കിട്ടുന്ന ഹൈ ഈൽഡിങ് ആയിട്ടുള്ള ഇനീഷ്യൽ ഇയറിൽ തന്നെ നല്ല റിട്ടേൺ കിട്ടുന്ന അല്ലേ പ്രോജക്റ്റുകൾക്കാണ് ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. Then it minimizes the possibility of losses through obsolescence. അല്ലേ? വളരെ ഷോർട്ട് പീരീഡിൽ നമുക്ക് ക്യാപിറ്റൽ റിക്കവറി ഉറപ്പ് വരുത്തുന്നതുകൊണ്ട് അല്ലേ
ഒബ്സലസൻസ് അല്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോയിട്ട് എൻ്റെ ഫലമായിട്ട് വരാവുന്ന അല്ലേ ടെക്നോളജി ലാപ്സായി പോയതിൻ്റെ ഫലമായിട്ട് വരാവുന്ന നഷ്ടങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ കാരണം എന്താ, ഫോർ എക്സാമ്പിൾ ഒരു പ്രോജക്റ്റ് 3 വർഷം കൊണ്ട് റിട്ടേൺ കിട്ടുന്നു, വേറൊരു പ്രോജക്റ്റ് 10 വർഷം കൊണ്ടേ റിട്ടേൺ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 10 വർഷത്തെയാണെങ്കിൽ 10 വർഷം കൊണ്ട് ഈ ടെക്നോളജി നിലനിൽക്കോ ഇല്ലയോ, അല്ലെങ്കിൽ അസറ്റ് ഉപയോഗിക്കാൻ പറ്റുമോ, ഇതിൻ്റെ ടെക്നോളജി മാറുമോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ 3 വർഷം വരെ ഒരു പരിധി വരെ നമുക്ക് സെർട്ടനിറ്റി ഉണ്ടാവും. ക്ലിയർ? അതുകൊണ്ട് ഇങ്ങനെ പേ ബാക്ക് പീരീഡ്, ലീസ്റ്റ് പേ ബാക്ക് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് ചാൻസസ് ഓഫ് ഒബ്സലസൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ലിക്വിഡിറ്റിയുടെ കൺസേൺസ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ദിസ് മെത്തേഡ് ഈസ് ആൾസോ യൂസ്ഡ് ഫോർ പ്രോജക്ട്സ് വിത്ത് ഹൈ അൺസർട്ടനിറ്റി. പ്രോജക്റ്റിൻ്റെ അൺസർട്ടനിറ്റി വളരെ കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് ക്ലിയർ പ്രോജക്റ്റുകളെ അൺസർട്ടനിറ്റി റെഡ്യൂസ് ചെയ്യാനുള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് റിക്കവറി ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ? പീരീഡ് കൂടുന്തോറും അല്ലേ, ഫ്യൂച്ചർ അൺസർട്ടൺ ആയതുകൊണ്ട് പീരീഡ് കൂടുന്തോറും എന്താവും, അൺസർട്ടനിറ്റിയും റിസ്ക്കും കൂടും. അപ്പം അതുകൊണ്ട് ഇവിടെ പേ ബാക്ക് പീരീഡിൽ ലീസ്റ്റ് പേ ബാക്ക് ആയതുകൊണ്ട് അൺസർട്ടനിറ്റിയെ റിഡ്യൂസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യുന്നു, കഴിയുന്നു. ക്ലിയർ? അപ്പോൾ അൺസർട്ടനിറ്റിയൊക്കെ വരുന്ന ഒരു പ്രോജക്റ്റിൽ പേ ബാക്ക് പീരീഡാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ, എത്രയും പെട്ടെന്ന് നമുക്ക് റിക്കവറി ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് തന്നെ റിക്കവറി ചെയ്ത് നമ്മുടെ ലോസ് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ. ഹൗവർ ഈ മെത്തേഡിന് എന്തുണ്ട്, കുറേയധികം ലിമിറ്റേഷൻ ഉണ്ട്. ക്ലിയർ? ഡിഫക്ട്സ് ഉണ്ട്. എന്തൊക്കെയാണ് ആ ഡിഫക്ട്സ് നോക്കാം. ക്ലിയർ? Disadvantage of payback period. Okay, so it ignores the time value of money. എന്ത് ഇഗ്നോർ ചെയ്യണം, ടൈം വാല്യൂ ഇഗ്നോർ ചെയ്യുന്നു. ഇത് ടൈം വാല്യൂ നമ്മൾ പറഞ്ഞു അല്ലേ, ക്യാഷ് ഇൻഫ്ലോ 5000, 10,000, 20,000 നമ്മൾ ഇങ്ങനെ കിട്ടുന്ന എമൗണ്ട് എടുക്കുന്നുണ്ട് ഓരോ വർഷം അല്ലേ. ഇത് എത്ര വർഷം കൊണ്ടാണ് കിട്ടുന്നത്, ആ 3 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 10,000 രൂപയുടെ വാല്യൂ ഇപ്പം എത്രയാണ്, അതൊന്നും നമ്മൾ എടുക്കുന്നില്ല. അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 5,000 രൂപയുടെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാണ്, ഇതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. ക്ലിയർ? ഇൻഫ്ലേഷനോ പ്രൈസ് ലെവൽ ചേഞ്ച് അതൊന്നും കണക്കിലെടുക്കുന്നില്ല. അതുകൊണ്ട് ടൈം വാല്യൂ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളത് ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയാം. ക്ലിയർ? സോ കംപ്ലീറ്റ്ലി ഇഗ്നോർസ് ദ ക്യാഷ് ഇൻഫ്ലോസ് ആഫ്റ്റർ പേ ബാക്ക് പീരീഡ്. അതുപോലെ തന്നെയാണ് അല്ലേ പേ ബാക്ക്, ഒരു പ്രോജക്റ്റിൻ്റെ ക്യാഷ് ഇൻഫ്ലോസ് ആഫ്റ്റർ പേ ബാക്ക് പീരീഡ്. പേ ബാക്ക് പീരീഡിന് ശേഷം എത്ര ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ കിട്ടുന്നു നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. സേ ഫോർ എക്സാമ്പിൾ എ ഉണ്ട്, ബി ഉണ്ട്, 2 പ്രോജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. എ പ്രോജക്റ്റിന് പേ ബാക്ക് പീരീഡ് 3 വർഷമാണ്, ബി പ്രോജക്റ്റിന് 5 വർഷമാണെന്ന് വിചാരിക്കുക. നമ്മൾ ഏത് പ്രോജക്റ്റ് സെലക്ട് ചെയ്യും, ബി എ അല്ലേ, 3 വർഷമുള്ള എക്കായിരിക്കും നമ്മൾ സെലക്ഷൻ കൊടുക്കുന്നത്. ക്ലിയർ? ഫോർ എക്സാമ്പിൾ എയുടെ ഇൻവെസ്റ്റ്മെൻറ്റും 1 lakh ആണ്, ബിയുടെ ഇൻവെസ്റ്റ്മെൻറ്റും 1 lakh ആണ്. ക്ലിയർ? 3 വർഷം കൊണ്ട് 1 lakh ഇവിടെ കിട്ടും, ബിക്ക് 5 വർഷം കൊണ്ടേ കിട്ടുള്ളൂ. ക്ലിയർ? പക്ഷേ എയുടെ പ്രോജക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ടോട്ടൽ റെസീപ്റ്റ് എന്ന് പറയുന്നത് ക്ലിയർ 1,50,000 ആണെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ പേ ബാക്ക് 1 lakh ആണ്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 50,000 രൂപ എന്താ, പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പോസ്റ്റ് പേ ബാക്ക് ചെയ്തതിന് ശേഷമുള്ള ലാഭമാണ് 50,000 രൂപ. ക്ലിയർ? ഇവിടെയോ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇവിടെ കിട്ടുന്നത് 3 lakh രൂപയാണെന്ന് വിചാരിക്കുക, 3 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ ഈ 3 ലക്ഷം രൂപ ആദ്യത്തെ 5 വർഷം കൊണ്ട് ഇത് റിക്കവർ ചെയ്തതിന് ശേഷം 1 lakh റിക്കവർ ചെയ്തതിന് ശേഷം 2 ലക്ഷം രൂപ പിന്നീട് നമുക്ക് കിട്ടും. ക്ലിയർ? അപ്പോൾ ആകെ കിട്ടുന്ന 3 ലക്ഷം രൂപയാണ്. ഓക്കെ. ഇവിടെ ഈ പ്രോജക്റ്റിൽ ആകെ 1,50,000 കിട്ടുള്ളൂ. ക്ലിയർ? അപ്പോൾ ഇതിൽ ഏത് പ്രോജക്റ്റാണ് ഇനി നല്ലത്, നമ്മൾ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അല്ലേ, പ്രോജക്റ്റ് ബിക്ക് നമ്മുടെ പേ ബാക്ക് ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ച് കിട്ടിയിട്ട് വീണ്ടും 2 ലക്ഷം രൂപയുടെ കിട്ടും. പക്ഷേ എ പ്രോജക്റ്റിന് വെറും 50,000 രൂപയെ എക്സ്ട്രാ കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ പേ ബാക്ക് പീരീഡ് അനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എ പ്രോജക്റ്റിനെ സെലക്ട് ചെയ്യണം. പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റ് കൂടെ കണക്കിലെടുത്ത് കഴിഞ്ഞാൽ ബിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ലിമിറ്റേഷൻ. ക്ലിയർ? ദെൻ so it sometimes have higher payback period may better than the lower payback period owing to the higher return after payback period. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ അല്ലേ, പേബാക്ക് പീരീഡിന് ശേഷം ഹയർ റിട്ടേൺ കിട്ടുന്ന ചില പ്രോജക്റ്റിന്, ചില ബിസിനസ്സുകൾക്ക് അങ്ങനെയാണ്. ക്ലിയർ? ചില പ്രോജക്റ്റുകൾ ഇനീഷ്യൽ പീരീഡിൽ വളരെ കുറച്ചേ കിട്ടുള്ളൂ, കുറച്ച് വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ റിട്ടേൺ വളരെ കൂടാൻ തുടങ്ങും. വേറെ ചില പ്രോജക്ട്സ് ഉണ്ട്, അത് ഇനീഷ്യൽ പീരീഡിൽ വളരെ കൂടുതൽ കിട്ടും, പിന്നീട് സബ്സിക്വൻറ്റ് ഇയേഴ്സിൽ കുറഞ്ഞു പോകും. ക്ലിയർ? അപ്പോൾ ഇവിടെ പേബാക്ക് പീരീഡ് എന്തിനു സ്യൂട്ടബിൾ അല്ല. ക്ലിയർ? അതായത് ഇനീഷ്യലി കുറച്ച് ഏണിങ്സ് ഉണ്ടാക്കിയിട്ട് കുറേ വർഷം കഴിയുമ്പോൾ ഹയർ റിട്ടേൺ കിട്ടുന്ന പ്രോജക്റ്റ് അല്ലേ, അതിന് ഇവിടെ സ്യൂട്ടബിൾ അല്ല. അപ്പോൾ പേ ബാക്ക് പീരീഡിന് ശേഷം ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്ന പ്രോജക്റ്റുകൾക്ക് ഈ മെത്തേഡ് സ്യൂട്ടബിൾ അല്ല. കാരണം പേ ബാക്ക് പീരീഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളത് റിജക്റ്റ് ചെയ്യും. ആക്ച്വലി അതുകൊണ്ടായിരിക്കും ബെനിഫിറ്റ് ഉണ്ടാവുക. ഓക്കെ. സോ ഇറ്റ് ഡസ് നോട്ട് മെഷർ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ പ്രോജക്റ്റ്. എന്ത് മെഷർ ചെയ്യുന്നില്ല, ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യില്ല. പകരം എന്താ ചെയ്യുന്നത്, ക്യാഷ് ഇൻഫ്ലോസ് മാത്രമാണ് എടുക്കുന്നത്. ക്ലിയർ? So it insists only on
റിക്കവറി ഓഫ് ദി കോസ്റ്റ്. നമ്മൾ ഈ നിക്ഷേപിച്ച പൈസ തിരിച്ചു കിട്ടുന്നോ ഇല്ലയോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. അല്ലാതെ എത്ര ലാഭം കിട്ടി, എത്ര ശതമാനം ലാഭം കിട്ടി, അല്ലെങ്കിൽ എത്ര ശതമാനം റിട്ടേൺ കിട്ടി, ഇതൊന്നും നോക്കുന്നില്ല. ക്ലിയർ? അപ്പോൾ അത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് പറയാം. ഇറ്റ് ഡസ് നോട്ട് മെഷർ ദി റേറ്റ് ഓഫ് റിട്ടേൺ. ഇത് എന്ത് നോക്കുന്നില്ല? റേറ്റ് ഓഫ് റിട്ടേൺ മെഷർ ചെയ്യുന്നില്ല. ക്ലിയർ? റിട്ടേണിനെ എന്ത് ചെയ്യുന്നില്ല? റേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ കുറേയധികം ഡിസഡ്വാൻറ്റേജ്, ഡീമെറിറ്റ് ഏതിനുണ്ട്? പേ ബാക്ക് പീരീഡ് മെത്തേഡിനുണ്ട്. ക്ലിയർ? നമ്മൾ അടുത്ത് നോക്കുന്നത് എന്താ? സ്യൂട്ടബിലിറ്റി ഓഫ് പേ ബാക്ക് പീരീഡ്. എവിടെയൊക്കെയാണ് പേ ബാക്ക് പീരീഡിൻ്റെ സ്യൂട്ടബിലിറ്റി? ചിലപ്പോൾ 2 മാർക്കിനായിട്ടൊക്കെ ചോദിക്കാറുണ്ട് പലപ്പോഴും. ക്ലിയർ? വാട്ട് ആർ ദി ഏരിയ വെയർ പേ ബാക്ക് പീരീഡ് ക്യാൻ ബി ക്ലിയർ ബെറ്റർ അപ്ലൈ എന്ന് ചോദിക്കുന്നത് സ്യൂട്ടബിൾ ഏരിയ ആണ്. അപ്പോൾ സ്യൂട്ടബിൾ ഏരിയ നമ്മൾ എങ്ങനെ പറയണം? എന്തൊക്കെയാണ് അതിൽ വരുന്നത്? സോ പേ ബാക്ക് പീരീഡ് മെത്തേഡ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മേഖല എന്ന് പറഞ്ഞാൽ ഒന്ന്, വെൻ ദ കോസ്റ്റ് ഓഫ് ദ പ്രോജക്ട്സ് ആർ കമ്പാരിറ്റീവ്ലി സ്മോൾ, കുറച്ച് എമൗണ്ട് മാത്രം വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ. ക്ലിയർ? വെയർ ദ പ്രോജക്റ്റ് ഈസ് ലൈക്ലി ടു ബി കംപ്ലീറ്റഡ് ഇൻ എ ഷോർട്ട് പീരീഡ്. അല്ലെ, കുറച്ച് ടേം മാത്രമുള്ള പ്രോജക്റ്റ്, 3 വർഷം 5 വർഷം അല്ലേ, അല്ലെങ്കിൽ 10 വർഷത്തിൽ താഴെ, ഇങ്ങനെ ഉള്ള വളരെ ഷോർട്ട് പീരീഡിൽ ക്ലിയർ ഉള്ള ജസ്റ്റേഷനുള്ള അല്ലെങ്കിൽ ഷോർട്ട് പീരീഡ് വരെയുള്ള എക്കണോമിക് ലൈഫുള്ള പ്രോജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ദെൻ ഓൺലി വെൻ ദ ലിമിറ്റഡ് ഫണ്ട്സ് ആർ അവൈലബിൾ, കുറച്ച് ഫണ്ട് മാത്രമേ നമുക്ക് ഉള്ളൂ എങ്കിൽ അപ്പോഴും പേ ബാക്ക് പീരീഡ് ആയിരിക്കും നല്ലത്. ക്ലിയർ? അത് എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടുന്നതായിരിക്കും നമുക്ക് നല്ലത്, അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാം. ദെൻ വെൻ ക്യാഷ് ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ കമ്പനി ഈസ് ലോ, കമ്പനിയുടെ ക്യാഷ് ഏർണിംഗ് കപ്പാസിറ്റി വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എത്രയും തിരിച്ചു കിട്ടിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാം? റീപേയ്മെൻറ്റ് മറ്റതൊക്കെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ആ സന്ദർഭത്തിലും ക്യാഷ് ഏർണിംഗ് കപ്പാസിറ്റി കുറഞ്ഞ ഫേമുകളെ സംബന്ധിച്ചിടത്തോളം പേ ബാക്ക് പീരീഡാണ് നല്ലത്. വെൻ ദർ ഈസ് എ ചാൻസ് ഓഫ് ഒബ്സലസൻസ് ഡ്യൂ ടു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, ഇപ്പോൾ മൊബൈൽ ടെക്നോളജി, കമ്പ്യൂട്ടർ ടെക്നോളജി പോലുള്ള ടെക്നോളജിയൊക്കെ ആണെങ്കിൽ അവിടെയും പേ ബാക്ക് പീരീഡാണ് നല്ലത്. കാരണം എന്താ? ടെക്നോളജി ഫസ്റ്റായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്യുന്നതാണ് നല്ലത്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് പേ ബാക്ക് പീരീഡ് ആയിരിക്കും നല്ലത്. ഇങ്ങനെയുള്ള കുറേ ഏരിയസാണ് സ്യൂട്ടബിൾ ഏരിയാസ് ഫോർ അപ്ലൈയിങ് പേ ബാക്ക് മെത്തേഡ് ആസ് എ മെത്തേഡ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഓക്കെ, ഇങ്ങനെ പേ ബാക്ക് മെത്തേഡിന് കുറേയധികം ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ പേ ബാക്ക് മെത്തേഡിൻ്റെ ലിമിറ്റേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി കുറേയധികം മെത്തേഡ്സ് നമ്മൾ ഡിവൈസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ഈ മെത്തേഡുകളെയാണ് നമ്മൾ എന്ത് പറയുക? റിഫൈൻമെൻറ്റ് ഓഫ് പേ ബാക്ക് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അതിനെ മോഡേൺ പേ ബാക്ക് പീരീഡ് മെത്തേഡ്സ് എന്ന് കൂടെ പറയും. ക്ലിയർ? ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു പേ ബാക്ക് പീരീഡാണ് നമ്മൾ നോക്കിയത്. ക്ലിയർ? അപ്പോൾ പേ ബാക്ക് പീരീഡ് മെത്തേഡിൽ കുറേ ലിമിറ്റേഷൻ ഉണ്ട്. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി സബ്സിക്വൻ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്? അതിന് റിഫൈൻമെൻറ്റ്, ക്ലിയർ, മോഡിഫിക്കേഷൻ, ചേഞ്ചസ് ഒക്കെ വരുന്നിട്ടുണ്ട്. അങ്ങനെ മോഡേൺ ആയിട്ട് നമ്മളിപ്പോൾ ഉപയോഗിച്ച് വരുന്ന പേ ബാക്ക് മെത്തേഡിൽ കുറേയധികം ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഡ്രോബാക്ക് ഓവർകം ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ചില ഡ്രോബാക്ക് ഓവർകം ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള പേ ബാക്കിൻ്റെ വേർഷൻസ്, ക്ലിയർ, മോഡിഫൈഡ് വേർഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡ്. അല്ലേ, നമ്മളൊരു ലിമിറ്റേഷനായിട്ട് പറഞ്ഞാണ് പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളത്. അല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ മെത്തേഡിൽ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റിയാണ് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഈ മെത്തേഡ് എന്ത് ചെയ്യുന്നു? ദ സീരിയസ് ലിമിറ്റേഷൻ ഓഫ് പേ ബാക്ക് പീരീഡ് ഈസ് ദാറ്റ് ഇറ്റ് ഇഗ്നോർസ് cash flows after the payback period. In order to avoid that, clear, we have devised a new technique called post payback profitability method. So under post payback method, the entire cash flows generated from a project are taken into consideration. Clear? എന്നിട്ട് എന്ത് ചെയ്യുന്നു? പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി ഈസ് കാൽക്കുലേറ്റ്. എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക? പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി ഈക്വൽ ടു ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസ് ഓഫ് എ പ്രോജക്റ്റ് മൈനസ് ഇനീഷ്യൽ കോസ്റ്റ്. ഇനീഷ്യൽ കോസ്റ്റ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇത് ആകെ കിട്ടിയിരിക്കുന്ന നമ്മുടെ ക്യാഷ് ഇൻഫ്ലോ ആണ്. അതിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുള്ള പോസ്റ്റ് പേ ബാക്ക് പീരീഡിന് ശേഷമുള്ള ലാഭം കിട്ടും. ക്ലിയർ? അല്ലെങ്കിൽ അല്ലേ, നമ്മുടെ ക്യാഷ് ഇൻഫ്ലോസ് ഒക്കെ ഈക്വൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇതല്ലെങ്കിൽ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ഇൻറ്റു ടോട്ടൽ എക്കണോമിക് ലൈഫ് ഓഫ് എ പ്രോജക്റ്റ് മൈനസ് പേ ബാക്ക് പീരീഡ്, അങ്ങനെയാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഏതൊരു പ്രോജക്റ്റിനാണോ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റ് ഉള്ളത് ആ പ്രോജക്റ്റിനെ സെലക്ട് ചെയ്യുന്നു. ക്ലിയർ? സോ വാട്ട് ഇസ് ദ ഡിസിഷൻ ക്രൈറ്റീരിയ? എ പ്രോജക്റ്റ് വിച്ച് ഈസ് ഹാവിങ് ഹയസ്റ്റ് post payback profitability will be selected for investment. Say for example, clear, initial നമുക്ക് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ കിട്ടിയത് 5 lakh റുപ്യാന്ന് വിചാരിക്കുക. ക്ലിയർ? ഇനീഷ്യൽ കോസ്റ്റ് നമ്മുടെ 2 lakh റുപ്യാന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് പോസ്റ്റ് പേ ബാക്ക് എത്ര കിട്ടി? 3 lakh റുപ്യ കിട്ടി. അപ്പോൾ വേറൊരു പ്രോജക്റ്റ് നോക്കിയപ്പോൾ ഇത് എത്രയായിരുന്നു? ഇതൊന്നും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 6 lakh റുപ്യാണ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 2 lakh തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പേ ബാക്ക് എത്ര കിട്ടും? പോസ്റ്റ് പേ ബാക്ക് എത്ര കിട്ടും? 4 lakh കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു?
ബി പ്രോജക്റ്റിനെ എടുക്കും അല്ല, എ പ്രോജക്റ്റാണ് നമ്മൾ ഐഡൻറ്റിഫൈ. കാരണം എന്താ? ബിക്കോസ് ഇറ്റ്സ് പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റ് ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ദി പ്രീവിയസ് വൺ. ക്ലിയർ? ഇങ്ങനെ പോസ്റ്റ് പേ ബാക്കിനെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ എടുക്കും. ഇനി പേ ബാക്ക് ഇങ്ങനെ ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യണേ. ഫോർ എക്സാമ്പിൾ, ഒരു വർഷം നമുക്ക് 1 lakh റുപ്പിയാണ് വെച്ചിട്ടാണ് കിട്ടുന്നത് വിചാരിക്കാം. 1 lakh റുപ്പി പെർ ഇയർ ആണ് ക്യാഷ് ഇൻ ഫ്ലോ, ഈക്വൽ ക്യാഷ് ഇൻ ഫ്ലോ ആണ്. ക്ലിയർ? ആകെയുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ 5 വർഷമാണെന്ന് വിചാരിക്കുക. അതിൽ പേ ബാക്ക് പീരീഡ് 4 വർഷമാണെന്ന് വിചാരിക്കുക. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 - 4. ദിസ് ഈസ് പേ ബാക്ക് പീരീഡ്, ദിസ് ഈസ് എക്കണോമിക് ലൈഫ് ഓഫ് പ്രോജക്റ്റ്. അപ്പോൾ 5 - 4 ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. അപ്പോൾ 1 lakh ഇത്. ക്ലിയർ? ഇനി ഇത് എ എന്ന പ്രോജക്റ്റിൻ്റെയാണ്. ബി എന്ന പ്രോജക്റ്റ് എന്ന് വിചാരിക്കുക. 1 lakh ഉപയോഗിച്ചിട്ട് തന്നെയാണ് അവിടെയും കിട്ടുന്നത്. ക്ലിയർ? ദെൻ 5 years തന്നെയാണ് എക്കണോമിക് ലൈഫ്. ക്ലിയർ? പേ ബാക്ക് പീരീഡ് 3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 2 ലക്ഷം രൂപ പോസ്റ്റ് പേ ബാക്ക് കിട്ടും. ദിസ് ഈസ് ബി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ബി എന്ന് പറയുന്ന പ്രോജക്റ്റിനെ സെലക്ട് ചെയ്യും. കാരണം എന്താ? പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റ് ഈസ് ഹയർ. ക്ലിയർ? അപ്പം ഇങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിലുള്ള ഏതെങ്കിലും ഒരു ഫോമുല ഉപയോഗിച്ച് ചെയ്യാം. ക്ലിയർ? ആനുവൽ ക്യാഷ് ഇൻ ഫ്ലോ ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഈ മെത്തേഡിലൂടെ ചെയ്യാം. ഇതാണ് എളുപ്പം. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ ക്യാഷ് ഇൻ ഫ്ലോസിനും നമ്മൾ ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ക്യാഷ് ഇൻ ഫ്ലോ എടുക്കുക, ഇനീഷ്യൽ കോസ്റ്റ് മൈനസ് ചെയ്യാം. ക്ലിയർ? ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് എക്സാമ്പിൾ 1. Initial outlay 1 lakh rupee, annual cash inflow 20,000 each for. Clear? After tax but before depreciation വന്നതിൻ്റെ അർത്ഥം എന്താ? Profit after tax but before depreciation means cash inflow എന്നർത്ഥം. Clear? Estimated life is 8 years. Okay. അപ്പോൾ 1 lakh rupees നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി എത്ര സമയം വേണ്ടി വരും? 5 വർഷം മതിയാവും അല്ലേ? അത് നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? താഴെ വരുന്നുണ്ട് കേട്ടോ. ബി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. 1 lakh rupee തന്നെയാണ്. ക്ലിയർ? അതിൽ ആദ്യത്തെ വർഷം നമുക്ക് ആദ്യത്തെ 3 വർഷം 30,000 രൂപ വെച്ച് കിട്ടും. നെക്സ്റ്റ് 5 years 10,000 കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യത്തെ 3 വർഷം 30,000 വരുമ്പോൾ എത്രയാണ്? 30,000 × 3. ക്ലിയർ? ദാറ്റ് ഈസ് ഇക്വൽ ടു 90,000 rupees കിട്ടും. ക്ലിയർ? അടുത്ത 5 വർഷം നെക്സ്റ്റ് 5 years നമുക്ക് എന്ത് കിട്ടും? 10,000 × 10,000 × 5 കിട്ടും. ദാറ്റ് ഈസ് 50,000 കിട്ടും. ക്ലിയർ? ഇപ്പോൾ ടോട്ടൽ ആകെ കിട്ടുന്ന എത്രയാ? 9 × 5 1,40,000 കിട്ടും. ഓക്കെ. അപ്പോൾ നേരത്തെ ഇവിടുത്തെ കേസാണെങ്കിലോ 1,60,000 rupees ആണ് കിട്ടുക. 1,60,000 20,000 × 8 years. ഓക്കെ. അപ്പോൾ നമ്മളിതിൻ്റെ പ്രോജക്റ്റ് എയും ബിയും എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കൂ. സോ സൊല്യൂഷൻ പ്രോജക്റ്റ് എ. ക്ലിയർ? 1 lakh rupee, പേ ബാക്ക് പീരീഡ് 5 years. എങ്ങനെ കിട്ടിയത്? ക്ലിയർ? 1 lakh rupees ഡിവൈഡഡ് ബി ഐ ഇ അല്ലേ, ഡിവൈഡഡ് ബൈ സി. ആനുവൽ ക്യാഷ് ഇൻ ഫ്ലോ ഈസ് 20,000 20,000. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 years. 5 വർഷം കിട്ടി. ക്ലിയർ? ഇനി നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാം? പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്ലിയർ ടോട്ടൽ ക്യാഷ് ഇൻ ഫ്ലോ 1,60,000 അല്ലേ? എങ്ങനെയാണ് 1,60,000 കിട്ടുക? 20,000 × 8. 20,000 × 8 20,000 × 8. So annual cash inflow is 20,000. Estimated life is 8 years, and therefore 20,000 × 8 years will give you 1,60,000. Clear? So this is total cash inflow. What is the investment? 1 lakh rupee. So what is the net amount? 60,000. Clear? അപ്പോൾ 60,000 രൂപ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി ഉണ്ട്. ക്ലിയർ? ദാറ്റ് ഈസ് ഇതിനെ വേറെ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ വരാം? 20,000 × ക്ലിയർ 8 - 5. 8 ഈസ് എക്കണോമിക് ലൈഫ്, 5 ഈസ് പേ ബാക്ക് പീരീഡ്. ക്ലിയർ? അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ എത്ര കിട്ടും? 60,000 തന്നെ കിട്ടും. ക്ലിയർ? ദെൻ അടുത്ത പ്രോജക്റ്റ് ബിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെ വരുന്നു? പ്രോജക്റ്റിൻ്റെ ബിയിലും ഇവിടെ നമ്മൾ ടോട്ടൽ എടുക്കണം അല്ലേ? അപ്പോൾ ആദ്യത്തെ 3 വർഷം നമുക്ക് കിട്ടുന്നത് 30,000 വെച്ചിട്ട് എത്ര കിട്ടുന്നു? 3rd year. ക്ലിയർ? ദെൻ 4th ഇയറിലുള്ള ക്യാഷ് ഇൻ ഫ്ലോ എത്രയാണ്? 1 lakh rupee. ക്ലിയർ? നെക്സ്റ്റ് 5 years അത് തന്നെയാണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ 90,000 നമുക്ക് ഇവിടെ ഉണ്ട്. ക്ലിയർ? പ്ലസ് 50,000 rupees നമുക്ക് നെക്സ്റ്റ് 5 year 10,000 വെച്ച് കിട്ടും. അപ്പോൾ ആകെ എത്ര കിട്ടും? 1,40,000 കിട്ടും. ക്ലിയർ? ഇപ്പോൾ ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഇത് 50,000 കേട്ടോ. ഇത് 4th ഇയറിലാണ്. അതുപോലെ 5th 6th 7th 8th എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 1,40,000 കിട്ടും. ക്ലിയർ? ഓക്കെ. സോ 1,40,000 മൈനസ് 1 lakh ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 40,000 rupees ആണ് കിട്ടുക. 40,000 രൂപ. ഓക്കെ. 40,000 രൂപയാണ് ഇതിൻ്റെ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി. ഇനി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ലേ? പറ്റും. എന്താ കാരണം? അപ്പോൾ എ എന്ന പ്രോജക്റ്റിന് 60,000 പോസ്റ്റ് പേ ബാക്ക് ഉണ്ട് അല്ലേ? ബി എന്ന് പറയുന്ന പ്രോജക്റ്റിന് 40,000 രൂപയുള്ളൂ. അപ്പോൾ ഏത് പ്രോജക്റ്റാണ് നല്ലത്? പ്രോജക്റ്റ് എ ഈസ് ബെറ്റർ ദാൻ പ്രോജക്റ്റ് ബി. ക്ലിയർ? രണ്ടിലും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിം ആണ്. പക്ഷേ എ എന്ന് പറയുന്ന പ്രോജക്റ്റിന് എന്ത് കിട്ടുന്നു?
ബെനിഫിറ്റ് കുറച്ചുകൂടെ എക്സ്ട്രാ കിട്ടും. സോ ദാറ്റ് വി വിൽ സെലക്ട് project A because its post payback profitability is higher than that of B. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഡിസിഷൻ എഴുതുക. ക്ലിയർ? റെക്കമെൻഡേഷൻ എഴുതുക. അപ്പോൾ നമ്മുടെ ഒരു ഡിസിഷൻ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ പോസ്റ്റ് payback profitability is calculated. ഇനി പോസ്റ്റ് പേബാക്ക് പ്രോഫിറ്റബിലിറ്റി തന്നെ നമ്മളൊരു ഇൻഡെക്സ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പോൾ അതിനെ പോസ്റ്റ് പേബാക്ക് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയും. ക്ലിയർ? സോ പോസ്റ്റ് പേബാക്ക് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പോൾ ഇവിടെ ഒരു എമൗണ്ട് മാത്രമാണ് ഈ 60,000 40,000 എന്നൊക്കെ പറയുമ്പോൾ അതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യണം, അതിനെ ഒരു റേഷ്യോ പെർസെൻറ്റേജ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിന് എന്തായിട്ട് പറയാം? ഇൻഡെക്സ് എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ അതിന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോസ്റ്റ് പേബാക്ക് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100 ചെയ്താൽ മതി. ക്ലിയർ? അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നേരത്തെ എ എന്ന് പറയുന്ന പ്രോജക്റ്റ് ആണെങ്കിൽ 60,000 ഡിവൈഡ് ബൈ 1 lakh ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 60% എന്ന് കിട്ടും. ക്ലിയർ? ബി എന്ന് പറയുന്ന പ്രോജക്റ്റ് ആകുമ്പോൾ 40,000 പോസ്റ്റ് പേബാക്ക് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ 1 lakh ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 40%. ക്ലിയർ? അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പമാണ് അല്ലേ? 60,000 40,000 ചിലപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് മാറിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം മാറും. അപ്പോൾ അതുകൊണ്ട് പെർസെൻറ്റേജ് ആക്കി മാറ്റുന്നു. 60,000 ആണ് 60%, 40%. ക്ലിയർ? 60% പ്രോഫിറ്റബിലിറ്റി ഉള്ള പ്രോജക്റ്റ് ആയതുകൊണ്ട് എ സെലക്ട് ചെയ്യും. ക്ലിയർ? പ്രോജക്റ്റ് എ സെലക്റ്റഡ് ബിക്കോസ് ഇറ്റ് ഓഫേഴ്സ് 60% പേ ബാക്ക് അല്ലേ, പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി. ക്ലിയർ? ഇങ്ങനെ പ്രോഫിറ്റബിലിറ്റിയെ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റിയെ നമുക്കൊരു ഇൻഡെക്സിൻ്റെ രൂപത്തിൽ പെർസെൻറ്റേജ് രൂപത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദിസ് ഇസ് അനദർ വേ. പോസ്റ്റ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. ഇനി വേറൊരു മെത്തേഡാണ് പോസ്റ്റ് പേ ബാക്ക് പീരീഡ്. പോസ്റ്റ് പേ ബാക്ക് പീരീഡും കാൽക്കുലേറ്റ് ചെയ്യാം. പോസ്റ്റ് പേ ബാക്ക് പീരീഡ് എന്താ? ആകെ എക്കണോമിക് ലൈഫിന് ശേഷം അല്ലേ, ആകെ എക്കണോമിക് ലൈഫ് ഉണ്ട്. ഓക്കെ, അതിൽ പേ ബാക്ക് പീരീഡ് കഴിഞ്ഞ ശേഷം എത്ര വർഷമുണ്ട്? ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ 2 പ്രോജക്റ്റ് എ ഉണ്ട് ബി ഉണ്ട്. ക്ലിയർ? എയുടെ പേ ബാക്ക് പീരീഡ് 3 വർഷമാണ്, ബിയുടെ പേ ബാക്ക് പീരീഡ് 5 വർഷമാണ്. ക്ലിയർ? എ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൻ്റെ എക്കണോമിക് ലൈഫ് 10 years ആണ്. ബി എന്ന് പറയുന്ന പ്രോജക്റ്റിൻ്റെ എക്കണോമിക് ലൈഫ് 20 years ആണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ നോക്കൂ, ഇവിടെ പേ ബാക്ക് കിട്ടുന്ന 3 വർഷം കൊണ്ടാണ്. ആകെ 10 വർഷം നമുക്ക് റിട്ടേൺ കിട്ടും. ക്ലിയർ? അതിൽ 3 വർഷം കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 7 വർഷം പോസ്റ്റ് പേ ബാക്ക് പീരീഡ് എന്ന് പറയും. 7 years എന്താ എക്കണോമിക് ലൈഫ് മൈനസ് പേ ബാക്ക് പീരീഡ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് പേ ബാക്ക് പീരീഡ് കിട്ടി. ക്ലിയർ? അത് 7 വർഷം. ഇവിടെ നോക്കുക, ആകെ 20 വർഷമുണ്ട്. അതിൽ 5 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? സോ 15 years കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് നോക്കുമ്പോൾ ഏതാ നല്ലത്? ബി എന്ന് പറയുന്ന പ്രോജക്റ്റിൽ പേ ബാക്കിന് ശേഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കിട്ടിയ ശേഷം 15 വർഷത്തേക്ക് വീണ്ടും റിട്ടേൺ കിട്ടും അല്ലേ? എ എന്ന് പറയുന്ന പ്രോജക്റ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കിട്ടിയ ശേഷം 7 വർഷം മാത്രമേ വീണ്ടും നമുക്ക് ലാഭം കിട്ടുള്ളൂ. ക്ലിയർ? അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? നമ്മുടെ തീരുമാനം മാറും അല്ലേ? എയേക്കാളും നല്ലത് എന്താ? ബി ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇങ്ങനെ പോസ്റ്റ് പേ ബാക്ക് പീരീഡ് കണക്കിലെടുക്കുന്ന ഒരു കേസാണ് പോസ്റ്റ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. സോ ദിസ് മെത്തേഡ് takes into account the period beyond a project's payback period. Clear? Payback period ന് ശേഷം എത്ര വർഷമുണ്ട് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. So this method is also known as surplus life over payback period method. എന്ത് പേര് ഇവിടെ പറയുന്നു? surplus life over payback period method. Under this method, clear, projects with longer post payback period with significant cash inflows are preferred. Clear? നല്ല ക്യാഷ് ഇൻഫ്ലോസ് വരുന്ന പോസ്റ്റ് പേ ബാക്ക് പീരീഡ് വളരെ കൂടുതലുള്ള പ്രോജക്റ്റുകളെ നമ്മൾ സെലക്ട് ചെയ്യും. ക്ലിയർ? അതല്ലാതെ തന്നെ റിജക്റ്റ് ചെയ്യും. ഇനി റേറ്റ് ഓഫ് റിട്ടേണിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല പേ ബാക്ക് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ലിമിറ്റേഷനാണ് പേ ബാക്ക് പീരീഡിൻ്റെ. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നുള്ളൊരു മെത്തേഡാണ്, വേറൊരു മോഡിഫൈഡ് വേർഷനാണ് പേ ബാക്ക് റെസിപ്രോക്കൽ. ക്ലിയർ? സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് പേ ബാക്ക് റെസിപ്രോക്കൽസ്. പേ ബാക്ക് റെസിപ്രോക്കൽസ് എന്ത് ചെയ്യുന്നു? പേ ബാക്ക് പീരീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ക്ലിയർ? 1 ഡിവൈഡഡ് ബൈ പേ ബാക്ക് പീരീഡ് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ പെർസെൻറ്റേജ് ആക്കി മാറ്റാൻ പറ്റും. റിട്ടേൺ ഇൻ പെർസെൻറ്റേജ്. ക്ലിയർ? അപ്പോൾ റിട്ടേൺ ഇൻ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ റിട്ടേൺ ആക്കിയത് കൺവേർഷൻ ആവും. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? പോസ്റ്റ്, ദറ്റ് ഈസ് പേ ബാക്ക് റെസിപ്രോക്കൽ. ഓക്കെ, സോ മേജർ ലിമിറ്റേഷൻ ഓഫ് പേ ബാക്ക് പീരീഡ് ഈസ് ദാറ്റ് ഇറ്റ് ഇഗ്നോർസ് ദി clear time factor and does not consider the time. Clear? Return rate of return calculate ചെയ്യുന്നില്ല എന്നുള്ളൊരു ലിമിറ്റേഷൻ. അത് ഓവർകം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? we have devised a new method called modified method of payback called payback reciprocal. അപ്പോൾ payback ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുക, റെസിപ്രോക്കൽ എടുക്കുക. 1 ഡിവൈഡ്. സേ ഫോർ എക്സാമ്പിൾ
ക്ലിയർ. പേ ബാക്ക് പീരീഡ് 3 വർഷമാണെന്ന് വിചാരിക്കുക. 1/3 ഈക്വൽ ടു ഇൻറ്റു 100 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 33.33% അല്ലെങ്കിൽ 33% കിട്ടും. ക്ലിയർ. ഓക്കെ. അല്ലെങ്കിൽ 1/5 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് 20% എന്ന് കിട്ടും. ക്ലിയർ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? പെർസെൻറ്റേജ് രൂപത്തിൽ പ്രോഫിറ്റബിലിറ്റിയെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ എന്താ പറയുന്നത്, പേ ബാക്ക് റെസിപ്രോക്കൽ എന്ന് പറയും. ഓക്കെ. 1/പേ ബാക്ക് പീരീഡ് ആണ് എടുക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 പ്രോജക്റ്റുണ്ട്, എയും ബിയും ഉണ്ടെങ്കിൽ ഏത് പ്രോജക്റ്റാണോ പേ ബാക്ക് റെസിപ്രോക്കൽ ഏറ്റവും കൂടുതൽ വരുന്നത്, റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതൽ വരുന്നത്, അതിനെയാണ് സെലക്ട് ചെയ്യുക. അല്ലേ? ഇപ്പോൾ എയും ഉണ്ട് ബിയും ഉണ്ടെന്ന് വിചാരിക്കുക. എയും ഉണ്ട് ബിയും ഉണ്ട്. ക്ലിയർ. എയുടെ 1/3 ആണ് പേ ബാക്ക് പീരീഡ്. ക്ലിയർ. ബിയുടെ 5 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 1/3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 33% കിട്ടി. ക്ലിയർ. ബിയുടെ 1/5 ചെയ്ത് കഴിഞ്ഞാൽ 20% കിട്ടി. ക്ലിയർ. അപ്പോൾ നമുക്ക് ഏത് പ്രോജക്റ്റാണ് നല്ലത്? എ പ്രോജക്റ്റാണ് നല്ലത്. ഇങ്ങനെ എനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. So the method is used only when equal cash inflows are generated over the years, and B, the life of the asset is at least double the period of payback. Clear. പേബാക്കിനേക്കാളും ഡബിൾ ആയിട്ടുള്ള പീരീഡ് എസ്റ്റിമേറ്റ് ലൈഫിന് ഉണ്ടെങ്കിൽ, ഓക്കെ, അത് ആ സമയത്തും ആനുവൽ ക്യാഷ് ഫ്ലോ ഈക്വൽ ആയിട്ട് കിട്ടുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേഷൻ തെറ്റാവും. ക്ലിയർ. അപ്പോൾ ഇങ്ങനെ വെൻ പേ ബാക്ക് റെസിപ്രോക്കൽ ഈസ് കൺവേർട്ടഡ് ഇൻ ടു പെർസെൻറ്റേജ്, നമ്മൾ പെർസെൻറ്റേജ് ആക്കി എടുക്കുമ്പോൾ ഇറ്റ് ടെൻസ് ടു അപ്രോച്ച് ദി ടൈം അഡ്ജസ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ, IRR തുല്യമായിട്ട് വരും. ഇവിടെ നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ ടൈം അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള മെത്തേഡായിട്ടുള്ള IRR തുല്യമായിട്ട് മാറുന്നത്. ക്ലിയർ. ഓക്കെ. IRR കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. ഓക്കെ. So MJ Gordons has said that the reciprocal of the payback period is in fact the estimate of proposal's rate of profit. ഏകദേശം ലാഭത്തിൻ്റെ ശതമാനമായിട്ട് ഇതിനെ പറയാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ. Some people calculate the ratio of life to the payback period. Clear. For example, the payback period is 4 years and the life of a period is 10 years. Clear. അങ്ങനെയാണെങ്കിൽ in this case the ratio is 2.5, that is 10/4. ആകെയുള്ള എസ്റ്റിമേറ്റഡ് ലൈഫിൻ്റെ പേ ബാക്ക് പീരീഡിൻ്റെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ. ഇങ്ങനെയും എക്സ്പ്രസ് ചെയ്യാറുണ്ട്. സോ ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ലൈഫ് ഓഫ് ദ പ്രോജക്റ്റ് ഈസ് 2.5 times ഓഫ് ദ പേ ബാക്ക് പീരീഡ്. ക്ലിയർ. പേ ബാക്ക് പീരീഡിൻ്റെ 2.5 മടങ്ങാണ് ലൈഫ് എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ അർത്ഥം പേ ബാക്ക് കിട്ടിയ ശേഷം 2.5 മടങ്ങ് കൂടുതൽ റിട്ടേൺ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അർത്ഥം. ഇങ്ങനെ പ്രോജക്റ്റുകളെ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഈ രീതിയിലും എടുക്കാറുണ്ട്. ക്ലിയർ. ടോട്ടൽ ലൈഫ് ഓഫ് എ പ്രോജക്റ്റ് ഡിവൈഡഡ് ബൈ പേ ബാക്ക് പീരീഡ് ചെയ്തിട്ട് അതിൻ്റെ റേഷ്യോൻ്റെ അടിസ്ഥാനത്തിലും നമ്പർ ഓഫ് ടൈംസ്, ക്ലിയർ, ഓഫ് പേ ബാക്ക് പീരീഡിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോജക്റ്റുകളെ സ്യൂട്ടബിലിറ്റി നിശ്ചയിക്കാം. അതുപോലെ തന്നെ വേറൊരു മെത്തേഡാണ് മോഡിഫൈഡ് പേ ബാക്ക് പീരീഡ്, MPBP. മോഡിഫൈഡ് പേ ബാക്ക് പീരീഡ്. പേ ബാക്ക് പീരീഡ് നമ്മൾ PBP എന്നാണ് പറയുക. ഇവിടെ മോഡിഫൈഡ് ആയതുകൊണ്ട് ഇതിനെ പേ ബാക്ക് പീരീഡ്. ക്ലിയർ. മോഡിഫൈഡ് MPBP. സോ നെക്സ്റ്റ് മെത്തേഡ് ഈസ് മോഡിഫൈഡ് പേ ബാക്ക് പീരീഡ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ലേറ്റസ്റ്റ് വേർഷനായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ രീതിയിൽ ഒരു അസറ്റിനെ എടുക്കുന്ന സമയത്ത് അസറ്റിൻ്റെ സാൽവേജ് വാല്യൂ നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യാറില്ല. ക്ലിയർ. ഓരോ വർഷം കഴിയുമ്പോൾ അതിന് എന്തുമാത്രം വാല്യൂ അവശേഷിക്കുമെന്ന് നമ്മൾ കൺസിഡർ ചെയ്യാറ്. അതുകൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ക്ലിയർ, പേ ബാക്ക് പീരീഡിലേക്ക് ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ത്? മോഡിഫൈഡ് പേ ബാക്ക് പീരീഡ്. സേ ഫോർ എക്സാമ്പിൾ, എന്നൊരു എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ. So if salvage value is considered during the payback period, it is called modified payback period. Suppose cash flows of a project are 20,000, 30,000, 45,000, 20,000, 20,000 and 18,000, clear respectively. ഇതൊക്കെ ക്യാഷ് ഇൻഫ്ലോസ് ആണ് വിചാരിക്കുക. ഓക്കെ. 6 വർഷത്തെ തന്നുണ്ട്. ഇനീഷ്യൽ കോസ്റ്റ് ഈസ് 1 lakh രൂപ. അപ്പോൾ 1 ലക്ഷം രൂപ റിക്കവർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം നമ്മൾ? അപ്പോൾ ആദ്യത്തെ വർഷം 20,000, 30,000, അപ്പോൾ 50,000 ആയി. 50ഉം അല്ലേ 45 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 95 അല്ലേ? 95ഉം 20ഉം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 1,15,000 ആയി. അപ്പോൾ 3 വർഷവും 4 വർഷത്തിന് ഇടയിലാണ് നമ്മുടെ പേ ബാക്ക് അല്ലേ? E+B/C നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ക്ലിയർ. സോ ഇറ്റ് വിൽ ഗെറ്റ് 3.3 years കിട്ടും. ക്ലിയർ. ദാറ്റ് ഈസ് 3 years and 3 months കിട്ടും. ഓക്കെ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഈ ക്യാഷ് ഇൻഫ്ലോസ് മാത്രമേ എടുത്തുള്ളൂ. സപ്പോസ് 3 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദി എൻഡ് ഓഫ് ദ 3rd year, ക്ലിയർ, ദ അസറ്റ് വിൽ ഹാവ് ഫെച്ച് എ സാൽവേജ് വാല്യൂ ഓഫ് 5,000.
5000 രൂപയുടെ സാൽവേജ് വാല്യൂ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. 5000 രൂപ ആയിരിക്കണം എന്നില്ല, പക്ഷേ നമ്മൾ അസ്യൂം ചെയ്യും നമ്മുടെ കാൽക്കുലേഷന് വേണ്ടിയിട്ട്. ക്ലിയർ? 5000 രൂപയുടെ സാൽവേജ് വാല്യൂ ഇപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ട് അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ 5000 രൂപ കിട്ടുമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് 5000 രൂപ കൂടെ കിട്ടില്ലേ? കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ ക്ലിയർ, ഈ 5000 രൂപ കൂടെ നമ്മൾ ചേർക്കുമ്പോൾ അല്ലേ, ഇതിലേക്ക് ചേർക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 95,000 പ്ലസ് 5,000 അല്ലേ? 3 വർഷം കൊണ്ട് എത്രയായി കിട്ടും? 3 വർഷം കൊണ്ട് തന്നെ നമ്മുടെ പേ ബാക്ക് 1 lakh rupees കിട്ടും. ക്ലിയർ? 3 വർഷം വരെ 95,000 ഉണ്ട്. 3ാമത്തെ വർഷത്തിൻ്റെ അവസാനം 5000 രൂപ സാൽവേജും കിട്ടും. അപ്പോൾ എത്രയായി? ദാറ്റ് ഈസ് 1 lakh rupees. അപ്പോൾ 3 years കൊണ്ട് പേ ബാക്ക് ആവും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ പേ ബാക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് മോഡിഫൈഡ് പേ ബാക്ക് പീരീഡ്. ഓക്കെ. അപ്പോൾ സാൽവേജ് വാല്യൂ കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് അല്ലേ, അസറ്റ്സിന് എത്രയാണോ സാൽവേജ് വാല്യൂ വരുന്നത് അതുകൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കിട്ടാവുന്ന അല്ലേ, അതിനനുസരിച്ച് പേ ബാക്കിൽ വ്യത്യാസം വരുന്നതുകൊണ്ട് അതുകൂടെ കണക്കിലെടുക്കുമ്പോൾ അതുകൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ വരുന്നതാണ് മോഡിഫൈഡ് പേ ബാക്ക്. മോഡിഫൈഡ് പേ ബാക്ക് പീരീഡ്. അതുകൊണ്ട് ഈ മെത്തേഡിനെ മോഡിഫൈഡ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്, ക്ലിയർ, MPVP എന്ന് പറയും. അപ്പോൾ ഇതൊക്കെയാണ് പേ ബാക്കിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ ടെക്സ്റ്റിൽ ഉണ്ടാവും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നീട് ഒരു ക്ലാസ് നമുക്ക് ഇതിൻ്റെ ഇല്ലുസ്ട്രേഷൻ നോക്കാം. അതുപോലെ തന്നെ ഓരോ മെത്തേഡിൻ്റെയും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്താണ് ആ മെത്തേഡ്, ക്ലിയർ, അതിൻ്റെ ഡിസിഷൻ ക്രൈറ്റീരിയ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജിൻ്റെ 1, 2, 3 പോയിന്റ്, ഡിസഡ്വാൻറ്റേജിൻ്റെ 2, 3 പോയിന്റ്, ഓക്കെ, അതുപോലെ സ്യൂട്ടബിലിറ്റി എന്താണ്, ഓക്കെ, ഇങ്ങനെ പഠിച്ചു പോകുന്നത് നന്നായിരിക്കും. പരീക്ഷയ്ക്ക് ഏതെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ. ഓക്കെ.